മജുവിൻ്റെ ഡയറക്ഷനിൽ വന്ന പെരുമാനി എന്ന സിനിമ എന്നോടൊന്ന് കണ്ടു നോക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സിനിമ കാണാൻ പോകാനായിട്ട്. ഞാനിതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടു നോക്കിയപ്പോഴത്തേക്കും അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. എന്നിരുന്നാലും ഒരാൾ സജസ്റ്റ് ചെയ്തതല്ലേ എന്നൊരു രീതി വെച്ചിട്ട് ഞാൻ ഈ സിനിമ പോയിട്ട് കണ്ടു. അപ്പോൾ പെരുമാനി എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പെരുമാനി എന്ന സ്ഥലത്ത് നടക്കുന്ന കുറച്ച് ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പ്ലോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതിലിപ്പോൾ അത്ര വലുതായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു നീറ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ അതിനെ രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ കുറേ കോമഡി എലമെൻറ്റുകളൊക്കെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല വാച്ചാണ് ഈ സിനിമ. അതിൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം വിനയ് ഫോർട്ടിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം അദ്ദേഹം വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോമഡി സിനിമയെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നൊരു പെർഫോമൻസാണ് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിരിക്കാൻ ഒട്ടുമിക്ക സെഗ്മെൻറ്റ്സിലും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പലയിടത്തും നല്ല എൻ്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമ എനിക്ക് കാണുമ്പോൾ വിഷ്വലി എന്തൊക്കെയോ സംഭവങ്ങളുള്ള പോലെ തോന്നിയിരുന്നു. കാരണം ഇതിൻ്റെ കളർ പാലറ്റ്, കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രഫി ആൻഡ് വിഷ്വൽസ്, ഇതൊക്കെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. ആദ്യ ഹാഫൊക്കെ കാണുമ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല രസമായിരുന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ വിനയ് ഫോർട്ട് തന്നെയാണ് ഈ സിനിമയെ നല്ല രീതിയിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ തുടങ്ങിയതിന് ശേഷം കുറേ സംഭവങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ചെറുതായിട്ട് എവിടെയോ ഒന്ന് വീണ് പോയെന്ന് തോന്നിയപ്പോൾ അപ്പം തന്നെ കയറി വന്നിട്ടുണ്ട് ഈ സിനിമ. അപ്പോൾ എവിടെയും ഇങ്ങനെ ബോറിംഗ് ആക്കുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. പെരുമാനി എന്ന സിനിമയെ കുറിച്ചിട്ട് ടോട്ടലി പറയുമ്പോൾ ഒരു നല്ല വാച്ചിന് പറ്റിയൊരു സിനിമയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.